മറ്റു വാർത്തയിലേക്ക് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം ബാലരാമപുരത്താണ് സംഭവം. ജേക്കബ് അജി ദമ്പതികളുടെ ഏക മകൻ അജയ് ജേക്കബാണ് മരിച്ചത്. സ്കൂളിൽ നിന്നെത്തിയ ശേഷം കുളിക്കാൻ കുളിമുറിയിലേക്ക് കയറിയതായിരുന്നു. വൈകിട്ടും കാണാതായപ്പോൾ വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് കുട്ടിയെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ബാലരാമപുരത്തെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അരുൺ മോഹൻ. വിവരങ്ങളുമായി ചേരാൻ അരുണ്, എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും സൂചനകൾ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ നൽകുന്നുണ്ടോ? രാവിലെ വളരെ വിഷമകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ബാലരാമപുരത്തെ സ്കൂളിൽ, ഒരു സ്വകാര്യ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരനാണ്. ബാലരാമപുരം ആർസി സ്ട്രീറ്റിൽ താമസിക്കുന്ന ജേക്കബ് അജി ദമ്പതികളുടെ മകനായ അജയ് ജേക്കബാണ് വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഏറെക്കാലമായി പിരിഞ്ഞു താമസിക്കുകയാണ്. അമ്മ വിദേശത്താണ്, അജി വിദേശത്താണ്. അച്ഛന് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അമ്മുമ്മ റാണിയോടൊപ്പമാണ് ഈ താമസിച്ചു വന്നിരുന്നത്. ഈ പഠനത്തിൽ അല്പം പുറകോട്ടാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 മാസം മുമ്പ് ഇദ്ദേഹം വീട് വിട്ടുപോയൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അന്ന് പരാതിയെ തുടർന്ന് വിഴിഞ്ഞത്ത് നിന്ന് പോലീസ്, ബാലരാമപുരം പോലീസ് കണ്ടെത്തി തിരികെ ഏൽപ്പിച്ച ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒപ്പം ഈ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് അമിതമായ ചില കൂട്ടുകെട്ടുകൾ കുട്ടിക്ക് ഉണ്ടായിരുന്നതിൽ ഇത് വീട്ടുകാരും ഒപ്പം സ്കൂൾ അധികൃതരും ശാസിച്ചിരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ഒരുപക്ഷെ മനംനൊന്തായിരിക്കാം ഈ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തതെന്നുള്ളതാണ് ഒരു പ്രാഥമിക വിവരത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ മൃതദേഹം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിലാണുള്ളത്. ഇന്നലെ സ്കൂൾ വിട്ടു വന്ന് കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറുന്നു. സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് ഉള്ള അമ്മ നോക്കിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ കാഴ്ച കാണുന്നത്. തുടർന്നായിരുന്നു ആശുപത്രിയിൽ എത്തിയെങ്കിലും മരണം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.